ബിഗ് ബോസ് മലയാളം സീസൺ 7 ലൈവ് അപ്ഡേറ്റ് ആണ്. ലൈവിൽ അല്പനിമിഷങ്ങൾക്ക് മുമ്പ് വീണ്ടും അടി പൊട്ടിയിരിക്കുകയാണ്. ഇക്കുറി അടിയുണ്ടായത് മസ്താനിയും ബിൻസിയും തമ്മിലാണ്. അത് പുറത്ത വിഷയമാണ്. ശരിക്കും മസ്താനിയും ബിൻസിയും തമ്മിൽ ബിഗ് ബോസ് വീടിനുള്ളിൽ ഒരുമിച്ചുണ്ടായിരുന്ന ആൾക്കാരല്ല. ബിൻസി ആ വീട് വിട്ടു പോയി എത്രയോ ദിവസങ്ങൾക്ക് ശേഷമാണ് മസ്താനി അതിനകത്തേക്ക് വരുന്നത്. അപ്പോൾ പിന്നെ എന്തിനാണ് ഇത്രയും വലിയൊരു പൊട്ടിത്തെറിയും പ്രശ്നമൊക്കെ ഉണ്ടായത് എന്ന് ചോദിച്ചാൽ, ഇവർ രണ്ടുപേരും കൂടി പുറത്തു വെച്ച് മീറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു ഇന്റർവ്യൂ മസ്താനി ബിൻസിയുടെ എടുത്തിട്ടുണ്ട്. ആ ഇന്റർവ്യൂവിൽ മസ്താനി ചോദിച്ച ചോദ്യങ്ങൾ പുറത്തുവിടാൻ പാടില്ല എന്ന് പറഞ്ഞ് താൻ വിലക്കിയ എന്തൊക്കെയോ കാര്യങ്ങൾ പുറത്തു വിട്ടു, ഇതൊക്കെ പറഞ്ഞിട്ടാണ് അവിടെ സംസാരമുണ്ടായിരിക്കുന്നത്. എന്തായാലും അതൊന്ന് സംസാരിച്ച് ക്ലിയർ ചെയ്യുവാൻ വേണ്ടിയാണ് മസ്താനി ബിൻസിയുടെ അടുക്കിലേക്ക് ചെന്നത്. നല്ല പുലിയുടെ മടയിലോട്ടാണ് ചെന്ന് കയറിക്കൊടുത്തത്. സത്യം പറയാലോ, മസ്താനിയുടെ ബോധം പോയെന്ന് വേണം പറയാൻ. പിന്നെ അവിടെ കുറെ നേരത്തേക്ക് നടന്നത് എന്താണെന്ന് മസ്താനിക്ക് ഓർമ്മയില്ല. ഒരിക്കലും ആരും പറഞ്ഞാലും ഓർത്തെടുക്കുവാൻ താല്പര്യവുമില്ലാത്ത കാര്യങ്ങളാണ്. ഒരു കാര്യം തുടക്കത്തിൽ തന്നെ പറയാം, രണ്ടാൾക്കാരും പത്തര മാറ്റാണ്. ഇവരുടെയൊക്കെ സംസാരവും ഇവരുടെ പെരുമാറ്റവും കാണുമ്പോൾ ആദ്യം മനസ്സിലേക്ക് ഓടി വരുന്നത് ലക്ഷ്മി പറഞ്ഞ വാക്ക് തന്നെയാണ്. ആദിലയും നൂറയും കുറിച്ച് മാത്രമല്ല, ഇതുങ്ങളെ ആരെയും നമ്മുടെ ഒന്നും പഞ്ചായത്തിൽ കയറ്റാൻ പോലും കൊള്ളൂല. അത്രമാത്രം ബോറാണ്. ബിൻസി എന്തൊക്കെയാണ് അതിനകത്ത് കിടന്ന് കാണിച്ചത്. 2 ആഴ്ച മാത്രമേ അതിനകത്ത് ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ആ 2 ആഴ്ച കൊണ്ട് ശരിക്കും തകർത്തു വാരിയിട്ടാണ് താൻ പുറത്തേക്ക് പോയത്. അതൊക്കെ തന്നെയാണ് ഇപ്പോൾ പുറത്തേക്ക് പോയിരിക്കുന്ന വിഷയങ്ങൾ. ഇതൊക്കെ നിങ്ങൾ ഇട്ടുകൊടുത്തതാണ്, അല്ലാതെ ആരും കൽപ്പിച്ചാക്കിയ കാര്യങ്ങളൊന്നുമല്ല. അല്ല, അപ്പാനി എന്തിനാണ് ഇത്രയും ഭയപ്പെടുന്നത് എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. കഴിഞ്ഞ ദിവസം അനുവിനോട് എന്തോ ഒരു സ്നേഹത്തിലുള്ള പ്രകടനങ്ങളൊക്കെ ആയിരുന്നു. ഒരു ഇഷ്യൂ അവിടെ ഉണ്ടാക്കാതിരിക്കുവാൻ അപ്പാനി മാക്സിമം ശ്രമിച്ചു. പക്ഷെ ബിൻസിക്ക് ഒരു ഇഷ്യൂ ഉണ്ടാക്കിയേ പറ്റുള്ളായിരുന്നു. അതിനുവേണ്ടി അപ്പാനിയോട് പല ആവർത്തി സംസാരിച്ച് ഒടുവിൽ അപ്പാനിക്ക് വഴങ്ങി കൊടുക്കേണ്ടി വന്നു. അങ്ങനെയാണ് ഇന്നലെ രാത്രിയിൽ എല്ലാവരും കൂടി അനുമോളെ കടന്നാക്രമിക്കുന്ന സംഭവം നടന്നത്. ഇന്ന് രാവിലെയും അപ്പാനി പോയിട്ട് അനുമോളോട് സംസാരിക്കുന്നുണ്ട്. അനുമോളോട് അപ്പാനി സംസാരിക്കുകയാണ്. തിരിച്ചൊന്നും പറയാൻ പാടില്ല. ബിൻസി എന്നൊരു വാക്കുപോലും അനുമോളുടെ വായിൽ നിന്ന് വരുവാൻ അപ്പാനി ആഗ്രഹിക്കുന്നില്ല, അത് സമ്മതിക്കുന്നില്ല. അപ്പാനി ആകെ കൂടി ഭയപ്പെടുന്നുണ്ട്. എന്തുകൊണ്ടാണ്? നമ്മൾ എപ്പോഴും കേൾക്കുന്നത് പോലെ മടിയിൽ കനമുള്ളവന് വഴിയിൽ ഭയമുണ്ടാവും. അത് തന്നെയാണ് കാണുന്നത്. അപ്പോൾ അരിയാഹാരം കഴിക്കുന്നവർക്ക് ഈ ലൈവ് ഒക്കെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഏകദേശം കാര്യങ്ങളൊക്കെ പിടികിട്ടിയിട്ടുണ്ട്. അതെന്തെങ്കിലും ആകട്ടെ. എന്തായാലും ബിൻസി ഈ പരിപാടിയെല്ലാം കാണിച്ചിട്ട് പുറത്തു ചെന്നു. ഇത് റിലേറ്റഡ് ആയിട്ടുണ്ടായ കോലാഹലങ്ങൾ, അതിനോടുള്ള ബന്ധത്തിൽ മസ്താനി വാരിയെടുത്തിട്ട് അലക്കി. അത് പുറത്തു വിടരുത് എന്ന് പറഞ്ഞ് എന്തൊക്കെയോ സാധനങ്ങൾ അവർ പുറത്തു വിടുകയും ചെയ്തു. മസ്താനി പുറത്തുവിട്ട വീഡിയോ ക്ലിപ്പ് ഏകദേശം 1 ലക്ഷം പേർ മാത്രമേ കണ്ടുള്ളൂ. എന്നാൽ ബിൻസിക്ക് അനുകൂലമായിട്ടുള്ള പല കാര്യങ്ങളും അതിൽ നിന്ന് കട്ട് ചെയ്തെടുത്തു. എന്നിട്ട് തന്റെ ഇൻസ്റ്റഗ്രാമിൽ കൂടി താനത് പുറത്തുവിട്ടു. അങ്ങനെ പുറത്തുവിട്ട സംഭവത്തിന് ഏകദേശം 5 മില്യൺ വരെയോളം 50 ലക്ഷത്തോളം പേര് കണ്ടു എന്നൊക്കെയാണ് പറയുന്നത്. അങ്ങനെ മില്യൺ കണക്കിന് വ്യൂസ് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും മസ്താനിയുടെ കിളി പോയി. മസ്താനി അതിന് കോപ്പിറൈറ്റ് അടിച്ചു. ഇങ്ങനെയൊക്കെയുള്ള പല പ്രശ്നങ്ങളും പുറത്ത് നടന്നിട്ടുണ്ട്. എന്തായാലും സംഗതിയെല്ലാം പറഞ്ഞ് കോംപ്ലിമെന്റ്സ് ആക്കാൻ വേണ്ടിയാണ് മസ്താനി അങ്ങോട്ട് ചെന്ന് കയറിക്കൊടുത്തത്. ചെന്ന് കയറിയത് മാത്രമേ ഓർമ്മയുള്ളൂ. പിന്നെ സംഭവിച്ചത് എന്താണെന്നുള്ളത് അത് ചരിത്രത്തിന്റെ ഭാഗമായി മാറിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. മസ്താനിക്ക് ഇപ്പോഴും ശരിക്കും ബോധം വീണിട്ടില്ലെന്ന് തോന്നുന്നു. സംസാരിച്ചു, മാന്യമായ രീതിയിലൊക്കെയാണ് സംസാരിച്ചു വന്നത്. പക്ഷേ അതിനിടയ്ക്ക് മസ്താനിയുടെ വായിൽ നിന്നും അനാവശ്യമായിട്ടൊരു വാക്ക് വീണു. നീ ഇതിനകത്തുനിന്ന് ഇറങ്ങിപ്പോയത് ചാച്ചന്റെ ഓട്ടോയിലല്ലായിരുന്നോ എന്ന്. മസ്താനിയുടെ യഥാർത്ഥ പ്രശ്നം ഇവിടെയാണ് കിടക്കുന്നത്. ആരോടെങ്കിലും എന്തെങ്കിലും ഒരു ചെറിയ പ്രശ്നം ഉണ്ടെങ്കിൽ ഉടൻ തന്നെ ഇമാതിരി ചെറ്റവർത്തമാനം പറഞ്ഞു കളയും. ഏതോ ഒരു സിനിമയ്ക്കകത്തൊരു കോമഡി അടിക്കുന്നത് പോലെ ഒന്ന് പറഞ്ഞ് രണ്ടാമത്തതിന് തുണി പൊക്കി കാണിച്ചു കളയും. ആര്? ഞാൻ തന്നെ. ഇത് ചേരുന്നത് മസ്താനിക്കാണ്. അങ്ങനെ തുണി പൊക്കി കാണിക്കുന്നത് പോലൊരു സംസാരമാണ് ഇപ്പോൾ അവിടെ നടത്തിയത്. നീ ഇവിടുന്ന് ചാച്ചന്റെ ഓട്ടോയിലല്ലേ പോയതെന്ന്. അതെന്താ ഓട്ടോയിൽ പോകുന്നത് അത്ര കുറഞ്ഞ കാര്യ? മസ്താനി ഇതുവരെ ഓട്ടോയിൽ കയറിയിട്ടില്ലേ? കേരളത്തിൽ ഓട്ടോയിൽ കയറുന്ന ആൾക്കാരെല്ലാം കുറഞ്ഞ ആൾക്കാരാണെന്നാണോ? അങ്ങനെ ഒരിക്കലും സംസാരിക്കാൻ പാടില്ല. അതായത് ബിൻസി ദാരിദ്ര്യരേഖയ്ക്ക് താഴെ കിടന്നയാളാണെന്നും പണത്തിന് വേണ്ടിയാണ് ബിഗ് ബോസിനകത്തേക്ക് വലിഞ്ഞു കയറി വന്നതെന്നും എന്നിട്ട് അവസാനം ഓട്ടോയിൽ കയറി പോകേണ്ട ഗതികേട് നിനക്ക് വന്നുവെന്നും ഒക്കെ താഴ്ത്തിക്കെത്താൻ വേണ്ടിയാണ് പറഞ്ഞു തുടങ്ങിയത്. പക്ഷേ പിന്നീട് വന്ന അടി അത് തടുക്കാൻ പറ്റാത്ത അടിയായിപ്പോയി. അടിച്ച് ഷെഡിൽ കയറ്റി കളഞ്ഞു എന്ന് വേണം പറയാൻ. ബിൻസിയുടെ വായിൽ വന്നതും മുഴുവനും കേട്ട് മൗനമായിട്ടിരിക്കുകയാണ്. ഇടയ്ക്ക് അവർ അങ്ങേയറ്റം കയറി അടിച്ചു. പേരും മാറ്റി മുഖത്ത് കുറെ പൊട്ടിയും വാരി അടിച്ചുകൊണ്ട് ഇറങ്ങിയിട്ട് യാതൊരു കാര്യവുമില്ല. എനിക്ക് പറയാൻ ഒരു ചാച്ചനുണ്ട്, ഒരു തന്തയുണ്ട്, നിനക്ക് അതുപോലും ഇല്ലല്ലോ. എന്റെ പൊന്നെ, വല്ലാത്ത അടിയായിപ്പോയി. മസ്താനിയെ സംബന്ധിച്ച് ഇങ്ങനെയുള്ള കഥകളൊക്കെ കുറെ നാളുകളായിട്ട് പ്രചരിക്കുന്നുണ്ട്. അതായത് അപ്പനെ നോക്കാതിരുന്നതും അപ്പൻ എന്തോ മാരകമായിട്ടുള്ള പ്രശ്നങ്ങൾ വന്നതും അപ്പനെ ഉപേക്ഷിച്ച് കളഞ്ഞെന്നും അങ്ങനെ എന്തൊക്കെയോ വിഷയങ്ങൾ മസ്താനിയെ ചുറ്റിപ്പറ്റി കറങ്ങുന്നുണ്ട്. ഇതെല്ലാം വെച്ചിട്ട് വലിച്ചു വാരി അലക്കി കളഞ്ഞു. ശരിക്കും ഇവിടെ മസ്താനിക്കാണ് തെറ്റുപറ്റിയത്. മസ്താനിയെ വേണ്ട എന്ന് കണ്ടുകൊണ്ട് ബിൻസി വിട്ടുകളഞ്ഞതാണെന്ന് പറയുന്നുണ്ട്.
നീ ഇവിടെ വന്ന് കയറിയപ്പോൾ മുതൽ നിന്നോട് എനിക്ക് ചോദിക്കുവാൻ പല കാര്യങ്ങളുമുണ്ട്, പക്ഷേ അത് വേണ്ടെന്ന് വെച്ച് ഞാൻ വിട്ടുകളഞ്ഞതാണ്. എന്നിട്ടും നീ ഇങ്ങോട്ട് വന്ന് കയറിയിട്ട് നീ ചെറ്റ വർത്തമാനമാണ് പറഞ്ഞത്. ഇത് പറഞ്ഞ് ഏതൊക്കെയോ തെറി വിളിക്കുന്നുണ്ട്. ഇതൊക്കെ ബിഗ് ബോസിന്റെ ക്രൂ മെമ്പേഴ്സ് ടച്ചിലിരുന്ന് മ്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ശരിക്കും ഇതൊരു അനാവശ്യമായ പ്രശ്നമായിപ്പോയി, വടി കൊടുത്ത് അടി വാങ്ങിയതുപോലെ. അതായത് പുറത്തെ വിഷയമാണ്, ഇതകത്ത് ആരും അറിഞ്ഞിട്ടില്ല. ലോകം അധികം അറിയാത്തൊരു കാര്യം കൂടിയാണ്. അത് ഈ പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് പരിഹരിക്കാൻ വേണ്ടി നിൽക്കരുതായിരുന്നു. അല്ല, പരിഹരിക്കാൻ പോയപ്പോൾ തന്നെ മാന്യമായ ഭാഷയിൽ സംസാരിച്ചത് തീർക്കണമായിരുന്നു. അവിടെയും ബിൻസി പൊട്ടിത്തെറിക്കുമെന്നറിയാം. അറിഞ്ഞുകൊണ്ട് തന്നെ നിങ്ങൾ പ്രശ്നം പരിഹരിക്കാനാണ് പോയതെങ്കിൽ അതിനെ കേട്ട് മനസ്സിലാക്കി എനിക്ക് പറ്റിപ്പോയതാണ്, സോറി കേട്ടോ എന്ന് പറഞ്ഞു പോവുകയാണെങ്കിൽ അതിനകത്തൊരു അന്തസ്സുണ്ടായിരുന്നു. ബിൻസി ഒന്ന് പറഞ്ഞപ്പോഴേക്കും ഇവിടെ 9 പറയാൻ റെഡി ആയിട്ടാണ് അങ്ങോട്ട് ചെല്ലുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് ചാച്ചന്റെ ഓട്ടോയിൽ നീ ഇവിടുന്ന് കയറി പോയില്ലേ, നീ എങ്ങനെയാ ഇവിടുന്ന് ഇറങ്ങിപ്പോയതെന്ന് എല്ലാവർക്കും അറിയാം, നീ കൂടുതലൊന്നും നിന്നെക്കുറിച്ച് പറയണ്ട എന്നും പറഞ്ഞുകൊണ്ട് പ്രശ്നം പരിഹരിക്കാൻ പോയ വ്യക്തി തന്നെ അവിടെ അടിച്ചു കളഞ്ഞു. അതെന്തായാലും ഒരു വലിയ പൊട്ടിത്തെറിയിലേക്ക് എത്തി. മസ്താനി ആകെ കൂടി പരിക്ക് പറ്റിയിരിക്കുകയാണ്. തല മുതൽ പാദം വരെ ബാൻഡേജ് ഇട്ട് കൈയും കാലും എല്ലാം പ്ലാസ്റ്ററും ഇട്ടാണ് അങ്ങോട്ട് കയറിയിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ പരുക്കുകൾ അത്രമാത്രം അകത്തു നിന്നും പുറത്തു നിന്നും മസ്താനിക്ക് കിട്ടിയിട്ടുണ്ട്. ഇതെല്ലാമായിട്ട് അകത്ത് കയറിയതിനു ശേഷം വീണ്ടും ചെറ്റ വർത്തമാനം തന്നെ പറയാൻ പോയി. അതിന് കണക്കിന് തനിക്ക് കിട്ടുകയും ചെയ്തു. ഇതൊരിക്കലും ഇതിനകത്ത് വെച്ച് പാടില്ലായിരുന്നു. പുറത്തൊരു പ്രശ്നമുണ്ടെങ്കിൽ അതവർ പുറത്ത് വെച്ച് സംസാരിച്ച് തീർക്കണമായിരുന്നു. ഒരു ഫോൺ കോളിലൊക്കെ തീരുന്ന വിഷയമേ ഉള്ളെന്ന് ഇതൊക്കെ, അല്ലാതെ വലിയ ആനക്കാര്യമൊന്നുമല്ല. ഇതുമായിട്ട് ആ വീട്ടിൽ ചെന്ന് കയറി ആളാകാൻ നോക്കി. എന്തായാലും ഇപ്പോൾ ബിൻസി കാഷ്വാലിറ്റിയിൽ കിടന്ന മസ്താനിയെ അടിച്ചു വെന്റിലേറ്ററിൽ കയറ്റിയിരിക്കുകയാണ്. ഇതൊക്കെ കണ്ടിരിക്കാൻ രസമാണ്, നേരം പോക്കാണ്. പക്ഷേ പറയാതിരിക്കാൻ കഴിയില്ല. ഇത്രയും കച്ചറ സംസ്കാരമുള്ള ഒരു കൂട്ടം ആൾക്കാരെ എവിടുന്ന് കിട്ടി ബിഗ് ബോസെ ഈ 7ന്റെ പണിയുടെ സീസണിൽ കൊണ്ടുവന്ന് വെക്കാൻ വേണ്ടി? ഈ തെരഞ്ഞെടുപ്പ് നടത്തിയിരിക്കുന്ന ആൾക്കാരെ നമിച്ചേ പറ്റുള്ളൂ, പാദം തൊട്ട് നമസ്കരിച്ചേ പറ്റുള്ളൂ. അല്ലെങ്കിൽ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇത്രയും നിലവാരമില്ലാത്ത ആൾക്കാരെ ബിഗ് ബോസിൽ കൊണ്ടുവന്ന് കയറ്റുന്നത്. 1ാം സീസൺ മുതൽ 7ാം സീസൺ വരെ നമ്മൾ കണ്ടതാണ്. പല സീസണുകളിലും അല്പസ്വല്പം കുഴപ്പമുള്ള ആൾക്കാരൊക്കെ അതിനകത്ത് വന്നിട്ടുണ്ട്. അതൊക്കെ നല്ല നല്ല കണ്ടന്റുകളായിട്ടാണ് പുറത്തു വന്നിട്ടുള്ളത്. പക്ഷേ അല്പസ്വല്പമൊന്നുമല്ല, അടിമുടി വൃത്തികെട്ട ആൾക്കാരെ, അതെ അങ്ങനെ തന്നെ പറയണം, അങ്ങനെയുള്ള ഒരു കൂട്ടം ആൾക്കാരെ നിങ്ങൾ തെരഞ്ഞു കണ്ടെത്തി ഇതിനകത്ത് കൊണ്ടുവന്ന് സ്ഥാപിച്ചു. അതുകൊണ്ട് കുടുംബ പ്രേക്ഷകർ ഈ ഷോയെ തന്നെ വെറുത്തു. പുതിയ പിള്ളേർക്ക് പാടി പറഞ്ഞ് നടക്കുവാൻ വേണ്ടി ഒത്തിരി പുതിയ കഥകളും നല്ല നല്ല വൊക്കാബുലറീസും ഒക്കെ ഈ ഷോ സമ്മാനിച്ചു. അങ്ങനെ ബിഗ് ബോസ് മലയാളം സീസൺ 7 ഒരു വൻ വിജയമായി മാറിയിരിക്കുകയാണ്. കച്ചറകളെ കൊണ്ട് നിറഞ്ഞ സീസൺ. ശരിക്കും ഈ സമയത്ത് അവിടെ എന്താണ് സംഭവിക്കേണ്ടത്? ഈ റീയൂണിയൻ ഒക്കെ നടക്കുകയാണ്, റീ എൻട്രി നടക്കുകയാണ്. എന്തിനാണ് ഈ റീ എൻട്രി എന്ന് പറയുന്നത്? തോറ്റുപോയ മത്സരാർത്ഥികൾ ആ വീട്ടിലേക്ക് മടങ്ങി കയറുന്നത് വിജയിച്ച മത്സരാർത്ഥികളെ അപ്രീഷിയേറ്റ് ചെയ്യാൻ വേണ്ടിയാണ്. അതിനകത്ത് ഇത്രയും ദിവസം നിലനിൽക്കുക എന്ന് പറഞ്ഞാൽ നിസ്സാര കാര്യമൊന്നുമല്ല. എന്തെല്ലാം അതിജീവിച്ചാണ് ഈ 90 ദിവസത്തിനപ്പുറം ആ മത്സരാർത്ഥികൾ എത്തിയിരിക്കുന്നത്. അവർക്ക് ഒരു ഹൈപ്പ് കൊടുക്കുവാൻ, അവരെ ഒന്ന് പ്രോത്സാഹിപ്പിച്ച് മോട്ടിവേറ്റ് ചെയ്ത് ഫിനാലെ ദിവസത്തിലേക്ക് അവരെ ഒന്ന് അണിയിച്ചൊരുക്കാൻ വേണ്ടിയൊക്കെയാണ് ഈ ആൾക്കാരെ അതിനുള്ളിലേക്ക് കയറ്റിവിട്ടത്. പക്ഷേ ഇവരെല്ലാവരും കൂടി അവിടെ ചെന്നിട്ട് അവിടെ എന്താണ് കാണിച്ചു കൂട്ടിയത്? ഞങ്ങളായിരുന്നു കഴിവുള്ളവർ, ഞങ്ങളാണ് ഇതിനകത്ത് നിൽക്കുവാൻ യോഗ്യതയുള്ളവർ. ഇവിടെ ഇരിക്കുന്ന ഈ 7 പേരുണ്ടല്ലോ, ഇവർ വെറും വാഴകളാണെന്നേ, ഞങ്ങൾക്ക് മാത്രമേ കഴിവുള്ളൂ. ഇത് തെളിയിക്കുവാൻ വേണ്ടി അവിടെ കിടന്ന് അഹോരാത്രം പരിശ്രമിക്കുകയാണ്. സ്ക്രീൻ സ്പേസിന് വേണ്ടിയുള്ള നാറിയ കളികൾ, അതെ എത്ര വൃത്തികെട്ട കളികളാണ് ഓരോരുത്തരും അതിനകത്ത് കാണിച്ചു കൂട്ടിക്കൊണ്ടിരിക്കുന്നത്. ചിലതൊക്കെ കാണുമ്പോൾ അങ്ങേയറ്റം അറപ്പും വെറുപ്പും ഒക്കെ തോന്നുകയാണ്. എന്തായാലും അവിടെയുള്ള മത്സരാർത്ഥികളെ ഒരു സൈഡാക്കി മാറ്റിയിട്ട് പുതിയൊരു സീസൺ ഇവർ ആരംഭിച്ചതുപോലെയാണ് ഇപ്പോൾ അവിടെ നടക്കുന്ന പല കാര്യങ്ങളും കാണുമ്പോൾ സാധാരണ പ്രേക്ഷകർക്ക് തോന്നുന്നത്.